Good morning, everybody. Okay, so in the last class, we talked about past continuous tense. Today, we have another tense which is titled as future tense. Okay, simple future. Actually, the title of this text was not included in this photo. That's the problem. Simple future. Okay. So we can look where we are using simple future and how we are using simple future. See the second column first. Okay, second column നോക്കാം. Will or be going to is used to express future time. അപ്പോൾ ഫ്യൂച്ചർ ടൈം അല്ലെങ്കിൽ നമ്മളിനി നടക്കാൻ പോകുന്നത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? വിൽ ഓർ ബി ഗോയിങ് ടു. ഓക്കെ, വിൽ അല്ലെങ്കിൽ ബി ഗോയിങ് ടു. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഫസ്റ്റ് കോളം നോക്കൂ. ജാക്ക് വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുമോറോ. ഓക്കെ, ജാക്ക് അവൻ്റെ വർക്ക് നാളെ കംപ്ലീറ്റ് ആക്കും. ഈ സെക്കൻഡ് വൺ നോക്കൂ. ഇൻ സ്പീച്ച് ഗോയിങ് ടു ഇസ് ഓഫൻ പ്രൊനൗൺസ്ഡ് ഗോണ. അപ്പോൾ സ്പീച്ച് അത് നമ്മൾ പറയുമ്പോൾ ഗോയിങ് ടു എന്നുള്ളത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? പ്രൊനൗൺസ് ചെയ്യും ഗോണ. എങ്ങനെയാണ്? ഗോണ. So Jack is gonna finish his work tomorrow. We can say like this. Okay, Jack is gonna finish his work tomorrow. Another example. Anna will not be here tomorrow. Anna നാളെ ഇവിടെ ഉണ്ടാവില്ല. അതാണ് വിൽ നോട്ട്. നമ്മൾ അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നോട്ട്. ഓക്കെ, അപ്പോൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്, ഇല്ല എന്നാണ് പറയുന്നത്. See, in D, the contracted form of will plus not is won't. ഇവിടെ നെക്സ്റ്റ് എക്സാമ്പിൾ ഡി കണ്ടോ? സീൻ്റെ താഴെ ഡി. ആൻഡ് വോണ്ട് ബി ഹിയർ ടുമോറോ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ദ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് വിൽ പ്ലസ് നോട്ട് ഈസ് വോണ്ട്. വിൽ അല്ലെങ്കിൽ നോട്ട്, വിൽ നോട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വോണ്ട് എന്നാണ് പറയുക. ഓക്കെ, അതായത് ആൻഡ് വോണ്ട് ബി ഹിയർ ടുമോറോ. അപ്പോൾ will not and won't both are same, and won't be here tomorrow. So we usually choose going to when. അപ്പോൾ ഇനി ഗോയിങ് ടു നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് പറയുന്നത്? വി ഹാവ് ഓൾറെഡി മെയ്ഡ് എ ഡെസിഷൻ. നമ്മൾ ഓൾറെഡി ഒരു ഡെസിഷൻ എടുത്തിട്ടുണ്ട്, തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്? വെൻ ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ടെൽ us സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ഇല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പ്രസൻറ്റ് സിറ്റുവേഷന് എന്തെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെക്കുറിച്ച് പറയുന്നതായിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് ഓൺ കറൻറ്റ് എവിഡൻസ്, അതായത് എന്തെങ്കിലും ഒരു എന്തിനെക്കുറിച്ച് കറൻറ്റായിട്ട് നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും കുറിച്ചോ സീംസ് ഇന്നവിറ്റബിൾ, അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്, നമുക്ക് ഒഴിച്ചുകൂടാനാവാതെ ആകുമ്പോൾ. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഇതാ ഹിയർ എക്സാമ്പിൾ നോക്കൂ. ഐ എം ഗോയിങ് ടു സ്റ്റഡി ഫ്രഞ്ച് നെക്സ്റ്റ് സെമസ്റ്റർ. ഞാൻ നെക്സ്റ്റ് സെമസ്റ്ററിൽ ഫ്രഞ്ച് പഠിക്കാൻ പോകുന്നുണ്ട്. അതുണ്ടോ ഗോയിങ് ടു, അതായത് ഓൾറെഡി മെയ്ഡ് എ ഡെസിഷൻ, ഓൾറെഡി ഞാൻ ആ ഡെസിഷൻ എടുത്തിട്ടുണ്ട്. അതാണ് വെൻ ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ടെൽ us സംതിങ് അബൌട്ട് ഫ്യൂച്ചർ സംതിങ് ദാറ്റ് ഓൺ കറൻറ്റ് എവിഡൻസ് സീംസ് ഇന്നവിറ്റബിൾ. അതിനൊരു എക്സാമ്പിൾ നോക്കൂ. ഷീ ഈസ് ഗോയിങ് ടു വിൻ ഓർ ഷീ ഓൺലി ഹാസ് ടു ഗെറ്റ് വൺ മോർ പോയിൻറ്റ്. ഷീ ഈസ് ഗോയിങ് ടു വിൻ, അവൾ വിജയിക്കാൻ പോകുന്നുണ്ട്. ഷീ ഓൺലി ഹാസ് ടു ഗെറ്റ് വൺ മോർ പോയിൻറ്റ്, അവൾക്ക് ഒരു പോയിൻറ്റും കൂടെ കിട്ടാനുള്ളൂ. അതുപോലെ തന്നെ ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഇനി ഷുവറാണ് ഇന്ന് മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഡി ഫഹദ് ഈസ് ഗോയിങ് ടു ഫെയിൽ ദി എക്സാംസ്. ഫഹദ് എന്താണ് എക്സാമിൽ ഫെയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഹി ഹാസ് ഇൻ അറ്റൻഡഡ് എ സിംഗിൾ ക്ലാസ് ദിസ് സെമസ്റ്റർ. ഈ സെമസ്റ്ററിൽ ഒരു ക്ലാസ് പോലും അവൻ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് എന്തായാലും ഷുവറായിട്ട് അവന് എക്സാമിൽ ഫെയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളുടെ കറൻറ്റ് എവിഡൻസ് ഉണ്ട്. കാരണം അതായത് അവന് ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവന്
ഫെയിൽ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇവിടെ സെക്കൻഡ് കോളത്തിൽ നോക്കൂ. സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, സംതിങ് ദാറ്റ് ഓൺ കറൻറ്റ് എവിഡൻസ്. ഓക്കെ, we can use both going to and will to make a prediction or to make a statement of future fact. അപ്പോൾ നമുക്ക് ബോത്ത് ഗോയിങ് ടു അതുപോലെ തന്നെ വില്ലും യൂസ് ചെയ്യുക എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് എ പ്രഡിക്ഷൻ ഓർ ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഫാക്റ്റ്. ഒന്നെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ, അല്ലെങ്കിൽ എന്താണ് പ്രഡിക്ഷൻ പറയുന്നത് വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ മുന്നേ പറയുക. ഓക്കെ, ഓർ ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഫാക്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ വരാൻ എന്തായാലും പോകുന്ന ഒരു കാര്യം. ഓക്കെ, അക്കോർഡിംഗ് ടു വെദർ റിപ്പോർട്ട് ഇറ്റ് വിൽ ബി ക്ലൗഡി ടുമോറോ. അപ്പോൾ നമ്മൾ വെദർ അതായത് കാലാവസ്ഥയൊക്കെ പറയുമ്പോൾ എന്താണ്, ഇറ്റ് വിൽ ബി എന്ന് യൂസ് ചെയ്തിട്ട് പറയാം, വിൽ ബി യൂസ് ചെയ്തിട്ട് പറയാം, അതായത് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, there is no difference in meaning between A and B. According to weather report it will be cloudy tomorrow. According to weather report it is going to be cloudy tomorrow. അപ്പോൾ ഈ രണ്ട് യൂസേജിൽ വിൽ ബി അതുപോലെ ഗോയിങ് ടു രണ്ടിലും മീനിങ്സിൽ ഡിഫറൻസ് ഒന്നുമില്ല. ബി കെയർഫുൾ യു വിൽ ഹേർട്ട് യുവർ സെൽഫ്. there is no difference between meaning there is no difference in meaning between C and D. ഇനി സി നോക്കൂ, ബി കെയർഫുൾ യു വിൽ ഹേർട്ട് യുവർ സെൽഫ്. ഇപ്പോൾ ഡി ഇതാണ്, വാച്ച് ഔട്ട് യു ആർ ഗോയിങ് ടു ഹേർട്ട് യുവർ സെൽഫ്. ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഗോയിങ് ടു ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡിയിൽ. When the speaker is expressing a prior plan, something the speaker intends to do in the future because in the past she or he has made a plan or decision to do it, only be or going to is used. അപ്പോൾ ഒരു സ്പീക്കർ, അപ്പോൾ ഒരാൾ പറയുകയാണ് എന്ത്, അദ്ദേഹത്തിൻ്റെ പ്രയർ പ്ലാൻ, അതായത് മുന്നേ അദ്ദേഹം എന്താ പ്ലാൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം അത് പറയുകയാണ്. സംതിങ് ദ സ്പീക്കർ ഇൻറ്റൻസ് ടു ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ പ്ലാനിങ് നമ്മൾ എന്താ ഫ്യൂച്ചറിൽ എന്താ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ മുന്നേ പറയല്ലേ. അപ്പോൾ അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുക, ഓൺലി ബി ഓർ ഗോയിങ് ടു ഈസ് യൂസ്ഡ്. ബിയോ അല്ലെങ്കിൽ ഗോയിങ് ടു ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇറ്റ് വിൽ ബി സമ്മർ സൂൺ ഓർ വൈ ഡിഡ് യു ബൈ ദിസ് പെയിൻറ്റ്. ഇറ്റ് വിൽ ബി സമ്മർ സൂൺ എന്ന് പറഞ്ഞത് ബി ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് വൈകാതെ സമ്മറാവും. So, see the second column. In if, speaker B has made a prior plan. F നോക്കൂ, why did you buy this paint? ഇവിടെ രണ്ട് ആൾക്കാരിലെ കോൺവെർസേഷൻ പോലെയാണ്. വൈ ഡിഡ് യു ബൈ ദിസ് പെയിൻറ്റ്, നീ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പെയിൻറ്റ് വാങ്ങിയതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബി എന്താ പറയുന്നത്, ഐ എം ഗോയിങ് ടു പെയിൻറ്റ് മൈ ബെഡ്റൂം ടുമോറോ. ഞാൻ എൻ്റെ ബെഡ്റൂം നാളെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിനാണ് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീക്കർ ബി ഹാസ് മെയ്ഡ് എ പ്രയർ പ്ലാൻ. ഇവിടെ എന്താണ്, ബീക്ക് അതായത് നാളെ പെയിൻറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുള്ള ഒരു പ്രീവിയസ് പ്ലാൻ ഉണ്ട്. ലാസ്റ്റ് വീക്ക് ഷീ ഡിസൈഡ് ടു പെയിൻറ്റ് ഹെർ ബെഡ്റൂം. അപ്പോൾ ലാസ്റ്റ് വീക്കിലാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് അവളുടെ ബെഡ്റൂം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഷീ ഇൻറ്റൻസ് ടു പെയിൻറ്റ് ടുമോറോ, അത് അവൾ ഇനി നാളെ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ടു എക്സ്പ്രസ് വില്ലിങ്നെസ് ഓൺലി യൂസ് വിൽ. അപ്പോൾ നമ്മൾ വില്ലിങ്നെസ് അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മളൊരു അതിന് തയ്യാറാണ് എന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, വില്ലിങ്നെസ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുക. അപ്പോൾ വില്ലിങ്നെസ്സിന് നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ദ ഫോൺസ് റിങ്ങിങ്. ബി ഐ വിൽ ഗെറ്റ് ഇറ്റ്. എ പറയുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ സ്പീക്കർ ബി ഈസ് സെയിങ് ഐ ആം വില്ലിങ്. ജി എന്താണ്, ദ ഫോൺ ഇസ് റിങ്ങിങ്. അപ്പോൾ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് എന്നാണ് ജി പറയുന്നത്. ജിയിൽ എ പറയുന്നത്, ജി എക്സാമ്പിളിൽ എ എന്ന് പറയുന്ന സ്പീക്കർ പറയുന്നത്, അതായത് ഐ എം ഹാപ്പി ടു ഗെറ്റ് ദ ഫോൺ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ ഈ ഫോൺ എടുക്കാൻ ഹാപ്പിയാണെന്നാണ്. ഹീസ് നോട്ട് മേക്കിംഗ് എ പ്രഡിക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ല. ഓക്കെ, പ്രഡിക്ഷൻ അല്ല.
ഹി ഹാസ് മെയ്ഡ് നോ പ്രയർ പ്ലാൻ ടു ആൻസർ ദ ഫോൺ. അതുപോലെ തന്നെ ഫോണ് എടുക്കാൻ വേണ്ടിയിട്ട്, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ പ്ലാൻ ഉണ്ടാക്കുന്നൊന്നുമില്ല. ഫോൺ അങ്ങോട്ട് റിങ് ചെയ്തപ്പോൾ വേണമെങ്കിൽ എടുക്കാം, എടുക്കാൻ വില്ലിങ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഹീസ് ഇൻസ്റ്റഡ് വളണ്ടിയറിങ് ടു ആൻസർ ദ ഫോൺ അതാണ്. അപ്പോൾ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഒരു ഫോൺ ബെല്ലടിക്കും, അപ്പോൾ ഞാൻ ഫോൺ ബെല്ലടിക്കുമ്പോൾ എന്തായാലും ഞാൻ ഫോൺ എടുക്കും എന്നുള്ളതൊന്നും മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഹീസ് ഇൻസ്റ്റഡ് അതിന് പകരം എന്താണ്, വളണ്ടിയറിങ് ടു ആൻസർ ദ ഫോൺ. അപ്പോൾ ഫോൺ റിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ എടുക്കുക എന്നുള്ളൊരു ഇതാണ്. ആൻഡ് യൂസസ് വിൽ ടു ഷോ ഹിസ് വില്ലിങ്നെസ്. അപ്പോൾ ഇവിടെ വില്ലിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ വിൽ ഗെറ്റ് ഇറ്റ്, അതായത് ഞാൻ ഫോൺ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കാണിക്കുന്നത് എന്താണ്, ടു ഷോ ഹിസ് വില്ലിങ്നെസ്, അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ് ആണ്, അത് എടുക്കാൻ റെഡിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിൽ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ആസ്ക് യുവർ ടീച്ചർ എബൌട്ട് ഇറ്റ്, ഷീ വിൽ ഹെൽപ്പ് യു. ഇനി ഇവിടെ പറയുന്നുണ്ടോ, ആസ്ക് യുവർ ടീച്ചർ എബൌട്ട് ഇറ്റ്, ഷീ വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കൂ, അവർ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷീ വിൽ ഹെൽപ്പ് യു, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വില്ലിങ്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അവർ തയ്യാറാണ് എന്നുള്ളതാണ്. ഓക്കെ, റെഡിയാണ്. സോ ദാറ്റ് ഈസ് വില്ലിങ്നെസ്. ഓക്കെ, ഫോർ വില്ലിങ്നെസ് we will use will. So that's all for today. Thank you.